Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ടൊരു സൂപ്പർ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ടൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 6 മണിക്കൂർ വേണം കുതിർത്ത് വെക്കാൻ, അല്ലെങ്കിൽ തലേദിവസം ചെയ്താലും മതി. ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു 6 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുക്കണം. നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കത് അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം. അതിനുശേഷം ഈ പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കണം. ഫുള്ളായിട്ട് തന്നെ ഇട്ടെടുക്കാം. കുറച്ച് വലിയ മിക്സർ ജാർ ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട്. 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. 3/4 കപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ഏലക്കയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ടെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാരകൾ ചേർത്തെടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം മതി. ഞാൻ എടുത്ത പഴം അത്രക്ക് പഴുത്ത പഴമല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് കൂടുതൽ മധുരം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തെടുക്കാം. അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിലപ്പോൾ അത് കട്ടിയായിരിക്കും. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അത്രക്ക് തിക്നെസ് വേണ്ട, അതുകൊണ്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആ മിക്സർ ജാറിലേക്ക് ഇട്ടൊന്ന് ചുഴറ്റിയിട്ട് ഈ മാവിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഴം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ആയാലും മതി. കുറച്ച് പരന്നിട്ടാണതായിരുന്നു നല്ലത്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കട്ടിയായി പോവും. പരന്നതാണെങ്കിൽ നൈസായിട്ട് കിട്ടും. ഇനി അതിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴം ഇവിടെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം. കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്യുക. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് താഴ്ഭാഗം ഫില്ലപ്പ് ആവുന്നത് വരെ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയായി പോയിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്ര കട്ടി ആവണ്ട. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് പഴം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. പഴമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും തീർച്ചയായും ഈ ഒരു സ്നാക്ക് ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, മധുരമായതുകൊണ്ട് തന്നെ. ഇനി പഴം എല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് ഇത്ര തിക്നെസ് ആവശ്യമില്ലെങ്കിൽ 1/2 കപ്പ് പച്ചരി മതി കുതിർക്കാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ രണ്ട് വട്ടമായിട്ട് കുതിർക്കാൻ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി തട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ടിന്ന് ഇറക്കി വെക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. ഇനി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ വിടിയിപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി ഒന്ന് നമുക്ക് വിടിയിപ്പിച്ചെടുക്കാം. നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വിടിയിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇതാണ് നമ്മളുടെ ഈവനിങ് സ്നാക്ക്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.